ശ്രീമന്നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 4. ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നദോ ധാരയേമധിഷണം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാം. തേ അസ്ഫുടേ വപുഷി. തേ അവിടുത്തെ, അസ്ഫുടേ വപുഷി സ്പഷ്ടമല്ലാത്ത സ്വരൂപത്തിൽ ഞങ്ങൾ പ്രയത്നത ധിഷണാം മുഹു പണിപ്പെട്ട് ധിഷണാം മുഹു ബുദ്ധിയെ വീണ്ടും വീണ്ടും ധാരയേമ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. പ്രാണായാമം പ്രത്യാഹാരം എന്ന 2 യോഗാംഗങ്ങൾ 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അവിടെ ഭഗവാന്റെ ആ ഓംകാരം, അതായത് ബ്രഹ്മമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ രൂപമില്ലാത്തതുകൊണ്ട് ഓംകാരത്തെ ഇടമുറിയാതെ ധ്യാനിച്ച്, നിർത്താതെ ധ്യാനിച്ച് ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് കാമക്രോധാദി ദോഷമെല്ലാം അകന്ന് പരിശുദ്ധമായ മനസ്സോടുകൂടി ഇന്ദ്രിയങ്ങളെല്ലാം എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് അവിടത്തെ ഉപാസിക്കുവാനായിട്ട് ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞു. ഇനി ഭഗവാന്റെ ആ സ്പഷ്ടമല്ലാത്ത രൂപത്തിൽ, അപ്പം രൂപമില്ല എങ്കിലും മനസ്സിനെ വളരെയധികം പണിപ്പെട്ട്, ബുദ്ധിയെ വളരെയധികം പണിപ്പെട്ട് വീണ്ടും വീണ്ടും ആ ബ്രഹ്മത്തിൽ ഞാൻ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം എന്ന് പറയാൻ ഇവിടെ ഇപ്പോൾ രൂപമൊന്നുമില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണത് ഉറപ്പിച്ച് മനസ്സിനെ നിർത്തുക എന്നുള്ളത്. ഭവദംഘ്രി ചിന്തക, അവിടുത്തെ തൃപ്പാദങ്ങളെ ചിന്തിക്കുന്ന ഞങ്ങൾ തേന ഭക്തിരസം അന്ത, ധാരണാ പരിശീലനം കൊണ്ട്, ധാരണ എന്ന യോഗാംഗമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ധാരണാ പരിശീലനം കൊണ്ട് ഭക്തിരസം അന്ത, ഭക്തിയാനന്ദത്തെയും ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെയും ഹൃദയാർദ്രീഭാവത്തെയും പ്രാപിച്ചു കൊള്ളാം. ആർദ്രതാം, അന്ത ആർദ്രതാം, ഉദ്വഹേമ പ്രാപിച്ചു കൊള്ളാം. ഹൃദയ ആർദ്രീഭാവത്തെയും ഹൃദയത്തിൽ ഉണ്ടാകുന്ന അലിവിനെയും പ്രാപിച്ചു കൊള്ളാം എന്നിവിടെ പറയുകയാണ്. ഭഗവാന്റെ കാണാത്ത ആ നിർഗുണ സ്വരൂപത്തിൽ വളരെ ബുദ്ധിമുട്ടി ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നിർത്തണം. ഭഗവാന്റെ തൃപ്പാദങ്ങളെ തന്നെ ചിന്തിച്ച് അതിലൂടെ ഭക്തിരസത്തെയും ഉള്ളലിവിനെയും പ്രാപിച്ചു കൊള്ളണം. ഇവിടെ ഞങ്ങൾ പ്രാപിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ പ്രാപിച്ചു കൊള്ളാം എന്നിവിടെ മേൽപ്പത്തൂര് പറയുകയാണ്, ഉറപ്പ് പറയുകയാണ്. അപ്പോൾ യമം, നിയമം, ആസനം 3 നമ്മൾ 2-ാമത്തെ ശ്ലോകത്തിൽ കണ്ടു. 3-ാമത്തതിൽ വന്നപ്പോൾ പ്രാണായാമം പ്രത്യാഹാരം അത് 2 കണ്ടു. ഇപ്പോൾ ധാരണയാണ് ഈ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണായാമം ചെയ്ത് മനസ്സിനെയൊക്കെ പരിശുദ്ധമാക്കി ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ഇവിടെ ഭഗവാന്റെ ഇല്ലാത്ത ഒരു രൂപവുമില്ല എങ്കിലും ഭഗവാന്റെ ആ പാദങ്ങളെ മാത്രം ഇവിടെ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഭക്തിയാകുന്ന ആ ആനന്ദത്തെയും അതുപോലെ ഹൃദയ അലിവിനെയും മനസ്സലിവിനെയും പ്രാപിച്ചു കൊള്ളാം, അല്ലെങ്കിൽ പ്രാപിച്ചു കൊള്ളണം എന്നിവിടെ ഈ ശ്ലോകത്തിൽ പറയുകയാണ്.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.